സംഖ്യാപുസ്തകം 9-ാം അധ്യായം. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു പോന്നതിൻ്റെ 2-ാം സംവത്സരം 1-ാം മാസം യഹോവ സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം 14-ാം തീയതി വൈകുന്നേരം അത് ആചരിക്കണം. അതിൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരണയായി നിങ്ങൾ അത് ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശവത്താൽ അശുദ്ധരായി തീർന്നിട്ട് ആ നാളിൽ പെസഹ ആചരിപ്പാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ അന്ന് തന്നെ മോശയുടെയും അഹരോൻ്റെയും മുമ്പാകെ വന്ന് അവരോട്, ഞങ്ങൾ ഒരുത്തൻ്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യഹോവയുടെ വഴിപാട് കഴിക്കാതിരിപ്പാൻ ഞങ്ങളെ മുടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മോശ അവരോട്, നിൽപ്പീൻ, യഹോവ നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നത് എന്തെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളിലോ നിങ്ങളുടെ സന്തതികളിലോ വല്ലവനും ശവത്താൽ അശുദ്ധനാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ അത് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ അത് ഭക്ഷിക്കണം. രാവിലത്തേക്ക് അതിലൊന്നും ശേഷിപ്പ് വയ്ക്കരുത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം. എന്നാൽ ശുദ്ധിയുള്ളവനും പ്രയാണത്തിൽ അല്ലാത്തവനുമായ ഒരുത്തൻ പെസഹ ആചരിക്കാതെ വീഴ്ച വരുത്തിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കാകൊണ്ട് അവൻ തൻ്റെ പാപം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു പരദേശിക്ക് യഹോവയുടെ പെസഹ ആചരിക്കണമെങ്കിൽ പെസഹായുടെ ചട്ടത്തിനും നിയമത്തിനും അനുസരണയായി അവൻ ആചരിക്കണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ നിങ്ങൾക്കൊരു ചട്ടം തന്നെ ആയിരിക്കണം. തിരുനിവാസം നിവർത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവർ പാളയമടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നു എങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ നാൾ ഇരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങിയിരിക്കും. പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. ഉഷകാലത്ത് മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും. പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്യും. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു.